ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറബി മേഖലയിൽ വന്യജീവിയുടെ സാന്നിധ്യം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഇവിടെ നാട്ടുകാരിങ്ങനെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വന്യജീവിയെ നേരിട്ട് കണ്ട എൽസമ്മ ചേച്ചി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എൽസമ്മ ചേച്ചിയോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കാം. ഞായറാഴ്ച ഒരു 3:20 ഞാൻ കുടുംബശ്രീയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഷേർലി അലക്സാണ്ടറിൻ്റെ വീടിൻ്റെ തറവാടിൻ്റെ മുകൾ വശത്ത് വെച്ചാണ് ഞാൻ ഒരു ജീവിനെ കാണുന്നത്. ഇങ്ങനെ കരിയിൽ അനങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഒരു ജീവി പെട്ടെന്നങ്ങ് പോകുന്നത് കണ്ട് ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അന്നേരത്തേക്ക് ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന ആരുടെ വീട്ടുപേരൊന്നും എനിക്കറിയത്തില്ല. കട്ടത്തറ കുഞ്ഞുവഞ്ചാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് എനിക്ക് വെള്ളമൊക്കെ തന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ച് പറഞ്ഞു. എല്ലാവരും വന്ന് അവിടെ ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ ഭാഗം മൊത്തം പരുതി. ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. പിന്നെ ഞായറാഴ്ച വെളുപ്പിനെ 2 മണിയായപ്പോൾ എൻ്റെ ആങ്ങളയുടെ മകൻ ശരിക്കും പുലിയെ കണ്ടിരുന്നു 2 മണിക്ക്. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങളുടെ ആ ഭാഗം മൊത്തം ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും കൂടി അന്വേഷിച്ചു, കണ്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നായിരുന്നു. അവരിപ്പോഴും വന്നു. ഇപ്പം രാവിലെ വന്ന് ഞാൻ അവരെ സ്ഥലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തായാലും എന്ത് ജീവിയാണ് എന്നും നമുക്കറിയില്ല. പക്ഷേ പുലിയാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഞാനൊരു ജീവിനെയാണേ കണ്ടിട്ടുള്ളത്. വളർത്തുമൃഗങ്ങളെ പിടിച്ച് ഞങ്ങളുടെ അയൽവക്കത്തുള്ള സെക്രട്ടറി ബാബുച്ചേട്ടൻ്റെ 6 കോഴിയെ പിടിച്ചെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പട്ടീനെ കൊണ്ടുപോയെന്നും പറയുന്നു. പിന്നെ പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നേരിട്ടാരും കണ്ടവരുമില്ല. എനിക്ക് പുലിയാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതെയില്ല. കാരണം അത് നല്ലൊരു ജീവിയാണ്, നല്ല ഒരുവിധം പൊക്കമുള്ള ഒരു ജീവിനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ കളറോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. 1 സെക്കൻഡ് നോക്കി ജീവനും കൊണ്ട് ഓടുമായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. വന്യജീവിയിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുന്നവരാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. എല്ലാവരും ഭയന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തെ എങ്ങനെയെങ്കിലും വനംവകുപ്പായാലും മറ്റുള്ളവരായാലും ഞങ്ങളെ ഇതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പുലി ആണ് എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നില്ല. വന്യജീവിയാണ്. തൊട്ടടുത്ത് നിന്ന് കണ്ടു. തലനാരിഴക്കാണ് അതിൻ്റെ വന്യജീവിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചേച്ചി പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അധികൃതരോട് പറയുന്നുണ്ട്. ഇവർക്ക് പേടിച്ചിട്ട് ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു തൊഴിലുറപ്പിൻ്റെ ജോലി എടുക്കാൻ പോലും സാധിക്കുന്നില്ല. അധികൃതർ എത്രയും പെട്ടെന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇവരിപ്പോൾ നമ്മോട് പറയുന്നുണ്ട്. ക്യാമറമാൻ ഷിജ അബ്രാഹിമിനൊപ്പം അറബിയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.